രാവിലെ ഞാൻ എണീറ്റ് പോന്ന പാടെ കുഞ്ഞിൻ്റെ ഉറക്കം കഴിഞ്ഞ് കുഞ്ഞിനും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കുഞ്ഞിനും എണീക്കണതിന് മുന്നേ കാശിച്ചേട്ടായി എണീറ്റതാ ഫോണെ കുത്തൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ എടുത്തു വെക്കുന്നത് ശരിക്കും സ്കൂളൊക്കെ തുറക്കണതിന് മുമ്പാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ തുറന്നാൽ ഫോൺ കാണിച്ചൊന്നും നടക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനും ഒന്നും പറയാറുണ്ടായിരുന്നില്ല. കുറേ നേരം കുഞ്ഞപ്പനെ മൈൻഡ് ചെയ്യാണ്ടായപ്പം കുഞ്ഞപ്പൻ പോയി എത്തിയൊക്കെ നോക്കി, പക്ഷെ ചേട്ടായി ബിസിയാണേ. എണീറ്റ് വന്ന് പുറത്ത് നോക്കിയപ്പോൾ അതാ നല്ലൊരു മഴ പെയ്ത് തോർന്ന് നിൽക്കണം കേട്ടോ. പക്ഷേ ചെറിയൊരു തൂളിച്ചയുണ്ട്, എന്നാലും വലിയ മഴയൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലതേ ഈ പൂക്കൾ കാണുമ്പം എനിക്കൊരു കല്യാണ വീടിൻ്റെ ഫീലാണ് കേട്ടോ. ആ രണ്ട് കളറുള്ള പൂക്കൾ ഇങ്ങനെ ഒരുപോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. കുറച്ചു നേരം നേച്ചർ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ കയറി വന്ന് കാപ്പി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിനുള്ള പാലും കാശുവിനുള്ള ചായയും റെഡി. ഇനി എനിക്കും അമ്മയ്ക്കും ഉള്ള കാപ്പിയാണ് വേണ്ടത്. രാവിലെ ഞങ്ങൾ കാപ്പിയും ചായയൊക്കെ കുടിക്കുന്ന കൂടെ കുഞ്ഞൻ ഒരു ഗ്ലാസ് പാല് റെഡിയാക്കും. ഇതിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തുടക്കം. പിന്നെ കാപ്പി ഗ്ലാസ്സിലേക്ക് പകർത്തി കുഞ്ഞനെയായിട്ട് കുറേ നേരം സിറ്റ് ഔട്ടിൽ പോയി നിന്നു. ചെറിയ രണ്ട് പല്ല് വന്നിട്ടുള്ളത് കൊണ്ട് മറ്റേ ഈ മൊയിലും കുഞ്ഞുങ്ങളൊക്കെ ഞറുക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ എന്ത് കിട്ടിയാലും ഞറക്കലാണ് കേട്ടോ ഇപ്പോൾ പരിപാടി. അങ്ങനെ അവൻ അവൻ്റെ കലാപരിപാടിയിൽ മുഴുകിയപ്പം ഞാൻ എൻ്റെ കാപ്പിയൊക്കെ വേഗം അകത്താക്കി കേട്ടോ. പിന്നെ കുറച്ച് നേരം കുഞ്ഞനെയായിട്ട് കഥയൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. കാരണം കുറേ കാക്കയൊക്കെ ആ കമ്പി വഴിയൊക്കെ വന്നിരിക്കും കേട്ടോ. അതിനോട് ആ ഓ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ ആൾക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ നീണ്ട കഥ പറച്ചിലിൽ അവിടെ നിന്ന ഞങ്ങളുടെ കാപ്പി, അതായത് ബ്രേക്ക്ഫാസ്റ്റ് അകത്തേക്ക് പോകാൻ താമസിക്കുവേ. അപ്പോൾ പിന്നെ അധിക നേരം കൈ വെച്ചുകൊണ്ടിരിക്കാണ്ട് നേരെ അകത്ത് പോയി ആറാം വെച്ച പാലെടുത്ത് അമ്മയുടെ കൈ കൊണ്ട് ഏൽപ്പിച്ച് കുഞ്ഞപ്പനെയും അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ എൻ്റെ കലാപരിപാടീസായിട്ട് അടുക്കളയിലേക്ക് പോന്നു കേട്ടോ. കുപ്പിപ്പാൽ അത്ര വലിയ താല്പര്യമൊന്നുമല്ല, എങ്കിലും എണീക്കുന്നതേ വലിയ വഴക്കാക്കുന്നതിന് മുൻപ് കുറച്ച് പാല് കൊടുക്കുകയാണെങ്കിൽ വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് ആളിരുന്നോളൂ. അങ്ങനെ നേരെ അടുക്കളയിൽ വന്നപ്പോഴാണ് മോട്ടർ ഇടുന്ന കാര്യം ആലോചിച്ചത്. കാരണം എപ്പോഴാണ് കറണ്ട് പോവാന്ന് പറയാൻ പറ്റില്ല. മഴ ശക്തിയായിട്ട് പെയ്യണത് കണ്ടപ്പോഴാണ് കേട്ടോ മോട്ടർ ഇടുന്ന കാര്യം ശരിക്കും ആലോചിച്ചത്. കണ്ടില്ലേ, പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല കാറ്റാവും, കൊടുങ്കാറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഫീലിങ്സ് ആണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഇവിടെ മരം ഒടിഞ്ഞ് വീഴും, കറണ്ടും പോകും. അപ്പം കാച്ചു കിടക്കപ്പായൻ എണീറ്റിട്ടില്ലാത്തത് കൊണ്ട് ചായയൊക്കെ അവിടെ കൊണ്ട് കൊടുത്തു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ തുറന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പിടിക്കാറൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതും. പിന്നെ നേരെ അടുക്കളയിൽ വന്ന് കാപ്പിക്കുന്ന പുട്ടാണ് കേട്ടോ. മടിയുള്ള എല്ലാ വീട്ടിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്ട് പുട്ടൊക്കെ ആയിരിക്കും അല്ലേ. എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള ആകെ ഒരു മാർഗം പുട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉപ്പൊക്കെ ആവശ്യത്തിനിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പൊടിയൊന്ന് കുതിർത്തി വെച്ചു. ഇനി ഇതൊന്ന് കുതിർന്ന് വരുന്ന സമയത്തിന് വേറെ കുറേ കലാപരിപാടീസ് നടത്താനുണ്ട് കേട്ടോ. ആ സമയത്തിന് വേണം മുട്ട വേകാൻ വെക്കാൻ. അതായത് ഇന്ന് പുട്ടും മുട്ടക്കറിയാണ്, അലുവയും മത്തിക്കറിയും കോമ്പിനേഷനാണ്. പുട്ടും കടലയാണ് സെറ്റ്, എന്നാലും ഇന്ന് കടല വെള്ളത്തിലിടാൻ മറന്നത് കൊണ്ട് പുട്ടും മുട്ടക്കറിയാണ്. പൊടി കുതിർത്തി വെച്ച് തൊട്ട് പുറകെ ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് വഴറ്റി വേഗം തന്നെ മുട്ടക്കറി റെഡിയാക്കി. ഇടയ്ക്ക് ഞങ്ങൾ കുഞ്ഞിന് ബിസ്ക്കറ്റ് പാലിൽ കലർത്തി കൊടുക്കും കേട്ടോ. കാരണം കുപ്പിപ്പാൽ അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് അധികം കുടിക്കാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ലൊട്ടിലൊടുക്ക് കലാപരിപാടീസൊക്കെ നടത്താറുണ്ട്. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ വിശപ്പ് കൂടുന്ന ദിവസങ്ങളിലാണ് കേട്ടോ കുറുക്കുണ്ടാക്കാണ്ട് ഈ ബിസ്ക്കറ്റ് ചാലിച്ച് കൊടുക്കുന്ന കലാപരിപാടി നടത്താറ്. സ്ഥിരമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഈ പരിപാടി നടത്തും. അപ്പം ബിസ്ക്കറ്റൊക്കെ ചാലിച്ച് നേരെ അമ്മയുടെ കൊണ്ട് കൊടുത്തു. അമ്മ ബാക്കി കലാപരിപാടീസൊക്കെ നടത്തിക്കോളും. കൂടുതലും അമ്മയും അവനുമാണ് കേട്ടോ രാവിലെ ഇരിക്കാറ്. കാരണം ഞാൻ അടുക്കളയും പിന്നെ ഒരു 11 മണിയാകുമ്പോൾ എനിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ രാവിലെ കുറച്ച് ടൈം ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ അവൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ നന്നായിട്ട് നോക്കിക്കോളും. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ബലമാണ് കേട്ടോ. കാരണം ഒരാളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ബഹളമാണ്. കാരണം 11 മണിക്ക് മുന്നേ എൻ്റെ ജോലികളെല്ലാം തീരണം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വരാകണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചോറും വെച്ചു. ആ കൂടെ തന്നെ പുട്ടും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പുട്ടും മുട്ടക്കറിയും കണ്ടു. ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല, നല്ല അടിപൊളി മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഈ കറിയുടെ മിച്ചം വരുന്നത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ചൂടാക്കിയപ്പം ശരിക്കും കടയിൽ കിട്ടുന്ന ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കലാപരിപാടിയൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ഏകദേശം സമയം 11 മണി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. കുഞ്ഞനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് സിറ്റ് ഔട്ടിൽ പോയിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും ഏകദേശം കുഞ്ഞനെ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടിയിലിട്ടാട്ടി കുഞ്ഞനെ അമ്മ ഉറക്കി. രാവിലെ ഒരു 10:30-11 മണി ആകുമ്പോഴത്തേക്കും ആശാൻ ഒരു ഉറക്കത്തിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കൃത്യമായിട്ട് അത് കൊടുക്കും. പിന്നെ ഒരു 12:45 ആയപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേക്കും കുഞ്ഞനും എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞനുള്ള ചോറും ഒരു കുഞ്ഞ് 2 പപ്പടവും കൂടെ അരച്ച് ചോറ് റെഡിയാക്കി. കണ്ടോ, നല്ല പഞ്ഞ
പഞ്ഞി പോലെ അരിഞ്ഞ ചോറ്. ആൾക്ക് വലിയ വിശക്കാണ്ടൊക്കെ ഇരുന്നാൽ വലിയ വഴക്കൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കിടക്കാൻ മടിയാണ്, കുറേ നേരം എടുത്തുകൊണ്ടൊക്കെ നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അരച്ച് വെച്ച ചോറൊക്കെ വേഗം തന്നെ കൊണ്ട് കൊടുത്തു. വിശപ്പുണ്ടെങ്കിൽ ആശാൻ തുപ്പത്തൊന്നുമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വണ്ടിയോടിയിലാണ് കേട്ടോ, തല വരെ തെറിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.